നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയുടെ പുതിയൊരു ലക്കത്തിലേക്ക് പുതിയൊരു ദിവസത്തിൻ്റെ തുടക്കത്തിലേക്ക് സ്വാഗതം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകും മുൻപ് ആദ്യം നമ്മൾ പ്രാദേശിക വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് പോകുന്നത്. നാട്ടിലെന്തുണ്ട്? നമുക്കൊക്കെ ഇന്ന് മാർച്ച് 4 ഓണാട്ടുകരക്കാർക്ക് ഇന്ന് കുംഭഭരണിയാണ്. ഇന്നത്തെ ദിവസം ഓണാട്ടുകരയുടെ ദേശവഴികളൊക്കെ സംഗമിക്കുന്നത് ചെട്ടിക്കുളങ്ങരയിലാണ്. ദേശദേവതയായ ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ പിറന്നാളായ കുംഭഭരണി മഹോത്സവം ഇന്ന് ആഘോഷമായി കൊണ്ടാടുകയാണ് ഓണാട്ടുകര. ചരിത്രപരമായും സാംസ്കാരികമായും ഏറെ സവിശേഷതകളുള്ള ആഘോഷമാണ് ചെട്ടിക്കുളങ്ങരയിലെ കുംഭഭരണി. ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കുംഭഭരണി മഹോത്സവം ഇന്ന് നടക്കും. ഓണാട്ടുകര ദേശം ഒന്നാകെ ഇന്ന് ആഘോഷത്തിൽ ആറാടുകയാണ്. കൊടിയേറ്റും ആറാട്ടുമില്ലാത്ത അപൂർവത ചെട്ടിക്കുളങ്ങരയുടെ പ്രത്യേകതയാണ്. ചരിത്രശേഷിപ്പുകളിലെ ബൗദ്ധ പാരമ്പര്യവും ഐതിഹ്യങ്ങളും കലയുമെല്ലാം സമ്മേളിക്കുന്നുവെന്ന പ്രത്യേകതയും ചെട്ടിക്കുളങ്ങരയിലുണ്ട്. കുത്തിയോട്ടങ്ങളും കെട്ടുകാഴ്ചകളും ഒരുമിക്കുന്ന നാടിന്റെ സാംസ്കാരിക തനിമയാണ് കുംഭഭരണി ആഘോഷം. ശിവരാത്രി നാൾ മുതൽ വഴിപാടുകാരുടെ ഗൃഹങ്ങളിൽ നടത്തുന്ന അനുഷ്ഠാന കലയാണ് കുത്തിയോട്ടം. രേവതി നാൾ വരെ അനുഷ്ഠാനം തുടരും. ഏതാണ്ട് 5:30യോടുകൂടി ഓരോ കരകളും ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും കരകളുടെ ക്രമമനുസരിച്ച് കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുകയാണ്. അതുകൊണ്ട് ഓരോ കരകളും അതിൻ്റെ ക്രമമായിട്ടുള്ള സ്ഥലത്ത് ഇരുന്നില്ലെങ്കിൽ കരകളുടെ അമ്മയുടെ മക്കൾ ഒരുക്കിക്കൊണ്ടുവരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടു വന്നിരിക്കുന്ന കെട്ടുകാഴ്ചകളുടെ അടുക്കലേക്ക് നീങ്ങുകയും ഏതാണ്ട് 6 മണി വരെ ഓരോ കരകളുടെ മുമ്പിൽ മാറി എഴുന്നള്ളിപ്പ് നടത്തി സമാപിക്കുന്നു. ഇത്തവണ 14 കുത്തിയോട്ടങ്ങളാണുള്ളത്. കുത്തിയോട്ട ഘോഷയാത്രകൾ കെട്ടുകാഴ്ചകൾ ഒരുക്കുന്ന ഇടങ്ങളിലെത്തി ചൂരൽമുറിയിൽ ചടങ്ങ് നടത്തി ക്ഷേത്രത്തിലെത്തി ചൂരലൂരി ക്ഷേത്ര ശ്രീകോവിലിൽ സമർപ്പിക്കുന്നതോടെയാണ് കുത്തിയോട്ട ചടങ്ങുകൾ പൂർത്തിയാവുക. വൈകിട്ട് 5 മണിയോടെ 13 കരകളിൽ നിന്നായി കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്കെത്തും. 100 അടി വരെ ഉയരമുള്ള കുതിരകളും തേരുകളും ഭീമൻ, ഹനുമാൻ, പാഞ്ചാലി എന്നിവയാണ് കെട്ടുകാഴ്ചകൾ. 6 കുതിരകളും 5 തേരുകളും ഭഗന് ആഹാരവുമായി പോകുന്ന ഭീമൻ, ഹനുമാൻ, പാഞ്ചാലി രൂപങ്ങളുമാണ് കെട്ടുകാഴ്ചകളായി എത്തിക്കുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കരകളുടെ ഭാഗത്തു നിന്ന് ചെയ്തു കഴിഞ്ഞു. കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ അതാത് സ്ഥാനങ്ങൾക്ക് ക്രമവും മുറയും അനുസരിച്ച് കീഴ്വഴക്ക പ്രകാരം ഇരിക്കുന്നതിനുള്ള കാഴ്ചക്കണ്ടം ഒരുക്കുക, മറ്റ് ക്ഷേത്രത്തിലെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക. ഈ പ്രവർത്തനങ്ങൾ ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിൻ്റെയും ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ അതും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് എന്നിങ്ങനെയാണ് 13 കരകൾ. വൈകുന്നേരത്തോടെ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങും. വൈകിട്ട് 7 മണിയോടെ കെട്ടുകാഴ്ചകൾ പൂർണ്ണമായി ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തെ കാഴ്ചക്കണ്ടത്തിൽ നിരക്കും. പുലർച്ചെ ഭഗവതി ജീവതിയിൽ എഴുന്നള്ളി കെട്ടുകാഴ്ചകൾക്ക് മുന്നിൽ അനുഗ്രഹം ചൊരിയുന്നതോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് 18 ആലപ്പുഴ. ചെട്ടിക്കുളങ്ങരയിൽ നിന്ന് കുംഭഭരണി ആഘോഷമാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ നടക്കുന്നത് ജില്ല രൂപീകൃതമായതിൻ്റെ 75ാം വാർഷിക ആഘോഷങ്ങളാണ്. ഈ ആഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം ആശ്രമ മൈതാനിയിൽ കൊല്ലം @75 പ്രദർശന വിപണന മേള തുടങ്ങി. ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ മേള ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള പ്രത്യേക തീം ഏരിയയും വിനോദത്തിനും വിജ്ഞാനത്തിനുമുള്ള പരിപാടികളുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ വിപണന സ്റ്റാളുകൾ, പുസ്തകമേള, സാഹിത്യ ചർച്ച, കവിയരങ്ങ് എന്നിവയൊക്കെ മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷക്കാലമാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇടുക്കിയിലെ കുറേ കുട്ടികൾ പരീക്ഷാ പേടിയേക്കാളും വലിയ കാട്ടാനപ്പേടിയിലാണ്. ആ പേടിയിലാണ് മൂന്നാർ ഗൂഡാർവിള സർക്കാർ ഹൈസ്കൂളിലെ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. കാട്ടുകൊമ്പൻ പടയപ്പയടക്കം കാട്ടാനക്കൂട്ടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് തമ്പടിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് പരീക്ഷ നടന്ന ഇന്നലെ പ്രദേശത്ത് RRT സംഘത്തിൻ്റെ നിരീക്ഷണമുണ്ടായിരുന്നു. ആനകളെ വനത്തിലേക്ക് തുരത്തണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിലെ സർക്കാർ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് കാട്ടുകൊമ്പൻ പടയപ്പയടക്കം ഒരു പറ്റം കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് ഈ കാട്ടാന കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ട്. സ്കൂൾ മൈതാനത്തും മറ്റുമായി കാട്ടാനകൾ സ്വൈരവിഹാരം നടത്തുന്ന സ്ഥിതി പ്രതിസന്ധിയാകുന്നു.
10ാം ക്ലാസ് പരീക്ഷ നടക്കുന്ന ഈ സമയത്ത് RRT സംഘത്തിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ ഉള്ളപ്പോൾ അപ്രതീക്ഷിതമായി കാട്ടാനകൾ ഇവിടെ എത്തുകയാണെങ്കിൽ അത് അപകടത്തിന് ഇടവരുത്തും. ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ള ആനകളെ വനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കുരങ്ങ് ശല്യത്തിൽ വലയുകയാണ് തിരുവനന്തപുരത്തെ മലയോര മേഖല. കുരങ്ങന്മാർ സർവ്വതും നശിപ്പിക്കുന്ന അവസ്ഥയിൽ വീട് വിട്ടു പോകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. കുരങ്ങന്മാരെ പേടിച്ച് അതിർത്തി മേഖലയിലുള്ളവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കൂട്ടമായെത്തുന്ന കുരങ്ങന്മാരാണ് ഇവിടത്തുകാരെ ജീവിക്കാൻ അനുവദിക്കാത്തത്. അമ്പൂരി, കള്ളിക്കാട്, ആറുകാണി, പത്തുകാണി, വെള്ളറട, കത്തിപ്പാറ, കടുക്കറ, കോട്ടൂർ മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കർഷകർ കൃഷി ഇറക്കാനാകാതെ ഏറെ ബുദ്ധിമുട്ടുകയാണ്. വളരെ ഭയാനകമായിട്ടാണ് അവരുടെ പെരുമാറ്റം പോലും. ചില സമയം പിള്ളേരെ പോലും നമുക്ക് വെളിയിൽ ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കുരങ്ങനെ പേടിച്ചാണ് ഞങ്ങൾ വീടുകളിൽ കൊച്ചുമക്കളെ പോലും വളർത്തി എടുക്കുന്ന വളരെയധികം ബുദ്ധിമുട്ടിലാണ്. തേങ്ങ, കപ്പ, വാഴ, കൈതച്ചക്ക എന്ന് വേണ്ട കണ്ണിൽ കാണുന്നതെല്ലാം കുരങ്ങന്മാർ നശിപ്പിക്കുകയാണ്. വീടുകളിലെ വാട്ടർ ടാങ്കിൽ ഇറങ്ങി കുളിക്കുന്നതും ഇവർക്ക് ഹരമാണ്. വീടിന് പുറത്ത് മാത്രമല്ല, വീടുകൾക്കുള്ളിലും കുരങ്ങന്മാർ വലിയ ശല്യമാണ് ഉണ്ടാക്കുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലടക്കം കുരങ്ങന്മാർ കൈവയ്ക്കും. കുരങ്ങന്മാർ ആണെങ്കിൽ പെറ്റുപെരുകി അധികമായി ശല്യം കൂടുന്നുണ്ട്. നമ്മുടെ ഇവിടെ വനം വകുപ്പിൻ്റെ ഒരു കൂടൊക്കെ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു. അതൊരു പ്രഹസനത്തിലേക്ക് മാറിയിരുന്നു. കാരണം ഈ ശല്യം നിമിത്തം ഇവിടെ അനേകം പേർ ആ ഏരിയയിൽ നിന്ന് വീട് വിട്ട് മാറി ജീവിക്കുന്ന ഒരു കാലാവസ്ഥയായി മാറിയിരിക്കുകയാണ്. തെങ്ങിൽ കയറി കരിക്കടർത്തി കുടിച്ച ശേഷം അത് വലിച്ചെറിയും. ഓടിച്ചു വിടാൻ ശ്രമിച്ചാൽ വീട്ടമ്മമാരെ ആക്രമിക്കും. റബ്ബർ തൈകളെല്ലാം പിഴുത് ദൂരെ എറിയും. ഇങ്ങനെ ചില്ലറ നാശമൊന്നുമല്ല കുരങ്ങന്മാർ വരുത്തുന്നത്. വീട്ടിൽ എന്ത് വ്യാപിച്ചു വെച്ചിരുന്നാലും തട്ടിയിട്ട് കഴിച്ചിട്ട് പോണത്. പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. വെള്ളമായിരുന്ന വെള്ളമാണെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടാൽ നമ്മൾ ഓട്ടിക്കും, കാണാതിരുന്ന് നമ്മൾ അറിയാതെ അത് കുടിക്കും. നമുക്ക് കിണറില്ല, പൈപ്പിലെ വെള്ളമാണ്. പക്ഷേ നമ്മൾ പിടിച്ചടച്ചു വെച്ചിരുന്നാൽ വരുമ്പോൾ ഒന്നും കാണില്ല. ടാങ്കിലാണെങ്കിൽ അടപ്പിനെല്ലാം വലിച്ച് തുറന്നിട്ടിട്ട് അതിനകത്തിറങ്ങി കുളിച്ചിട്ട് പോകും. അങ്ങനെ ഭയങ്കര ശല്യമായിരിക്കും. നമുക്ക് യാതൊരു നിവർത്തിയില്ല കുരങ്ങനെ കൊണ്ട്. ജീവിതം മടുത്ത് ജീവിക്കുകയാണ് ഞങ്ങൾ. എന്തെങ്കിലും ഒരു വഴി ഗവൺമെന്റിന് ഇതൊക്കെ കാണിച്ച് നമുക്കത് ചെയ്ത് തന്നേ പറ്റുള്ളൂ. വനം വകുപ്പിനോട് പരാതി പറഞ്ഞ് മടുത്തിരിക്കുകയാണ് നാട്ടുകാർ. കുരങ്ങന്മാരെ പേടിച്ച് നാടുവിടേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. വീട്ടിലേക്ക് ഇഴഞ്ഞു വന്ന അതിഥിയെ കൈകാര്യം ചെയ്ത് നാട്ടിലെ താരമായ കുട്ടു എന്ന വളർത്തുനായയെ ആണ് ഇനി അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. തൻ്റെ വീട്ടുകാർക്ക് ഭീഷണിയായി വീട്ടിലേക്ക് വന്ന പാമ്പുകളെ തടഞ്ഞു നിർത്തി വീട്ടുകാരെ രക്ഷിച്ചതോടെ നാട്ടിൽ സ്റ്റാറാണിപ്പോൾ കുട്ടു. തിരുവനന്തപുരം വെങ്ങാനൂരിലെ വെണ്ണിയൂർ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ വളർത്തുനായ കുട്ടുവാണ് കഥയിലെ നായകൻ. പലപ്പോഴായി തന്റെ വീട്ടിലേക്ക് എഴുന്നെത്തിയ 3 വിഷപ്പാമ്പുകളിൽ നിന്നാണ് ഉണ്ണികൃഷ്ണനെയും കുടുംബത്തെയും കുട്ടു രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം വീടിന്റെ കോമ്പൗണ്ടിലെത്തിയ 7 വയസ്സ് പ്രായം വരുന്ന പെൺമൂർഖനെ തടഞ്ഞു നിർത്തി വനപാലകർക്ക് കൈമാറിപ്പിച്ചതോടെയാണ് കുട്ടുവിന്റെ വീരകഥ നാട്ടിൽ പാട്ടായത്. പറമ്പിൽ നിന്ന് എഴുന്നെത്തിയ മൂർഖനെ കണ്ട് കുട്ടു കുരച്ചുകൊണ്ട് യജമാനനെ വിവരം അറിയിച്ചു. ഒപ്പം വീട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കാതെ നോക്കി. തുടർന്ന് കുടുംബാംഗങ്ങൾ വനപാലകരെ വിവരമറിയിക്കുകയും സ്നേക്ക് റെസ്ക്യൂ ടീമെത്തി പാമ്പിനെ പിടികൂടുകയും ചെയ്തു. ഇത്തരത്തിൽ ഇത് 3ാമത്തെ വിഷപ്പാമ്പാണ് കുട്ടുവിന്റെ കാവൽ മൂലം വലയിലാകുന്നത്. കുട്ടുവിന്റെ അധികാര പരിധിയിൽ കടന്നുവരുന്ന ഏതൊരു ഭീഷണിയെയും തടഞ്ഞു നിർത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധനാണെന്ന് അവൻ തെളിയിച്ചു കഴിഞ്ഞു. 1-2 പാമ്പുകൾ ഇതുപോലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടു കണ്ടുപിടിച്ച് എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് എങ്ങനെ ഓടിക്കളഞ്ഞു. പിന്നെ ഫോറസ്റ്റുള്ള ആൾ ഇതുപോലെ ഒരു ദിവസം വന്ന്, അന്ന് പക്ഷെ പാമ്പിനെ കിട്ടിയില്ല. പാമ്പ് ഇവിടെ വാഴിക്കത്തേറി ഓടി, മാളത്തിക്കറി വിളിച്ച്. പട്ടിയാണ് സ്ഥിരം കണ്ടുപിടിക്കുന്ന ആള്. കുട്ടുവാണ് നമ്മുടെ സ്ഥിരം, നമ്മളെല്ലാരെയും പാമ്പിന് രക്ഷിച്ച ആള്. പാമ്പിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന ആശ്വാസത്തിലാണ് ഉണ്ണികൃഷ്ണനും കുടുംബവും. മൂർഖനെ വിറപ്പിച്ചു നിർത്തി വീട്ടുകാരെ സംരക്ഷിച്ച കുട്ടു ഇപ്പോൾ നാട്ടിലും താരമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രതിസന്ധികളെ തരണം ചെയ്ത് സ്നേഹ മുരുകൻ SSLC പരീക്ഷ എഴുതി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് അനുവദിച്ച വാഹനത്തിലാണ് 100% ഭിന്നശേഷിയുള്ള സ്നേഹയെ പരീക്ഷാ ഹാളിലെത്തിച്ചത്. മറ്റു കുട്ടികളെ പോലെ പരീക്ഷ എഴുതണമെന്നത് സ്നേഹയുടെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ 100% ഭിന്നശേഷിയുള്ള സ്നേഹയ്ക്ക് ഈ ആഗ്രഹത്തിന് പരിമിതികൾ ഏറെയായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ട് സ്കൂളിലെത്തി പഠിക്കാൻ തടസ്സമായി.
ഈ അവസ്ഥ മനസ്സിലാക്കിയ സമഗ്ര ശിക്ഷാ കേരളം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഭാഗം ദൗത്യം ഏറ്റെടുത്തു. എല്ലാ ബുധനാഴ്ചകളിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബീനാകുമാരി സ്നേഹയ്ക്ക് വീട്ടിലെത്തി പഠന പിന്തുണ നൽകി. ഇതിനായി നിരവധി പേരുടെ ഇടപെടലുമുണ്ടായി. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും പരീക്ഷാ ഹാളിലെത്താൻ വാഹന സൗകര്യവും നൽകി. പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ സ്നേഹയ്ക്ക് സ്ക്രൈബായി 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മേഘയും സഹായിച്ചു. എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹയുടെ അമ്മയും തൻ്റെ മകളും 10ാം ക്ലാസ് എഴുതണമെന്നും ഉന്നത വിജയം നേടണമെന്നും അവരും ആഗ്രഹിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ സ്ക്രൈബിൻ്റെ സഹായത്തോടെ നമ്മുടെ സ്നേഹമുരുകൻ പട്ടം ഗേൾസ് സ്കൂളിൽ 10ാം ക്ലാസ് എഴുതുവാണ്. ഉന്നത വിജയം നേടി +1ഉം +2ഉം മോക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുടുംബസമേതമാണ് സ്നേഹ പരീക്ഷയ്ക്കെത്തിയത്. മറ്റു കുട്ടികൾക്കൊപ്പം സ്നേഹയ്ക്കും SSLC പരീക്ഷ എഴുതാനായതിൽ കുടുംബത്തിനും സന്തോഷം. ടീച്ചർമാർ ഞങ്ങളെ ചെറുകുട്ടിക്ക് വേണ്ടി ഇത്രയും പാടുപെട്ട് ഇത്രയും എല്ലാം നല്ല സഹായവും ചെയ്ത് ഞങ്ങളെ കുട്ടിയെ ഇത്ര നിലയിൽ കൊണ്ടെത്തിച്ചതിന് കോടി പുണ്യമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള വർണ്ണക്കൂടാരമൊരുക്കി പരുതൂർ ഗവൺമെന്റ് LP സ്കൂൾ. കുട്ടികളിലെ സർഗാത്മകതയും കലാകായികക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള 13 പ്രവർത്തന ഇടങ്ങളാണ് വർണ്ണക്കൂടാരം പദ്ധതിയിലൂടെ സജ്ജീകരിച്ചിരിക്കുന്നത്. പരുതൂർ സർക്കാർ LP സ്കൂളിലെത്തുന്നവർക്ക് പെട്ടെന്നൊന്നും തിരിച്ചു പോകാൻ തോന്നില്ല. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അത്ര മനോഹരമായ കാഴ്ചകളാണ് സ്കൂൾ സമ്മാനിക്കുന്നത്. കളിക്കോപ്പുകൾ നിറയുന്ന ക്ലാസ് മുറികളും ചിത്രങ്ങളാൽ മനോഹരമായ ചുവരുകളും വിദ്യാലയത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നവയാണ്. ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുകയും കലാകായിക ഭാഷാപരമായ അടിസ്ഥാന നൈപുണ്യങ്ങൾ വികസിപ്പിക്കുകയും ലക്ഷ്യമിട്ടാണ് സർക്കാർ വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഉപയോഗിച്ച് വർണ്ണക്കൂടാരം ഒരുക്കുന്നത്. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് ഫണ്ട് ഉപയോഗിച്ചാണ് വർണ്ണക്കൂടാരം പൂർത്തീകരിച്ചത്. 13 കളിയുപകരണങ്ങളാണ് വർണ്ണക്കൂടാരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ചുവരുകളും ഏറെ ആകർഷണീയമാണ്. 10 ലക്ഷം രൂപയാണ് ചെലവിട്ടത്. ആർട്ടിസ്റ്റ് ഡിസ്നി വേണുവാണ് വർണ്ണക്കൂടാരത്തിന്റെ ശില്പി. ന്യൂസ് 18 പട്ടാമ്പി. അശാസ്ത്രീയമായ തുരങ്കപാത നിർമ്മാണത്തിൽ വലയുകയാണ് പീച്ചാനക്കാട് നിവാസികൾ. ഹൈടെക് തുരങ്കപാത വാഗ്ദാനം ചെയ്ത് റെയിൽവേ പറ്റിച്ചെന്നാണ് നാട്ടുകാരുടെ പരാതി. തുരങ്കപാതയിൽ വിളക്ക് സ്ഥാപിക്കാത്തതിനാൽ രാത്രികാലങ്ങളിൽ ഇവിടെ അപകടങ്ങളും പതിവാണ്. ആദ്യം നൽകിയ പദ്ധതി പ്രകാരമല്ല റെയിൽവേ നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 4 മാസം മുൻപ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത പീച്ചിനിക്കാട് ഹൈടെക് തുരങ്കപാതയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ്. ആയിരക്കണക്കിന് പേരാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. നൽകിയ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് തുരങ്കപാത നിർമ്മിച്ചതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത് പണിയുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് മറ്റും വന്ന് റെയിൽവേ എഞ്ചിനീയേഴ്സ് ബന്ധപ്പെട്ട എല്ലാം നിയന്ത്രിക്കുന്ന ഉത്തരവാദിത്തമുള്ള എഞ്ചിനീയേഴ്സ് പറഞ്ഞിരുന്നത് ഈ അടിപ്പാതയുടെ 4 വശവും റീറ്റെയിൻ വാൾ പണിയും. ഇപ്പോൾ 3 വശം മാത്രമേ പണിതിട്ടുള്ളൂ, ഈ വശം പണിതിട്ടില്ല. ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഈ ഭാരതത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം. അതേപോലെ തന്നെ പല കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സെക്ഷൻ ഇതെല്ലാം ഉള്ളൊരു സ്ഥാപനം, അതാണ് ധരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. അവരെ വിശ്വസിച്ചുകൊണ്ട് അവർ നിർമ്മിക്കുന്നത് ശരിയായ രീതിയിലാണെന്ന് ധരിച്ചുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഇതിനകത്തേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അബദ്ധം മനസ്സിലായത്. അപകടകരമായി നിൽക്കുന്ന റീറ്റെയിൻ വാളിന്റെ പണി പൂർത്തിയാക്കാൻ ഫണ്ടില്ല എന്നാണ് കോൺട്രാക്ടറുടെ നിലപാട്. റെയിൽവേ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ നട്ടം തിരിയുകയാണ് പീച്ചിനിക്കാട് നിവാസികൾ. ഇവിടെ നോക്കിയാൽ ഈ ഭിത്തിവടിയിൽ ഏത് സമയത്തും ഇടിഞ്ഞു വീഴാം. നിരവധി വാഹനങ്ങളും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ എല്ലാം പോകുന്നതാണ്. ഇത് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴും എല്ലാവരും പറയും നഗരസഭാ കൗൺസിലർ MLA MP ശ്രദ്ധിച്ചില്ലാന്ന് പറയും. ഇത് തെറ്റാരുടെയാണ്? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയുടെ അവരുടെ ഏറ്റവും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിന്റെ ഒരു ഉദാഹരണമാണത്. പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തുമെന്നറിയാത്ത ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 കൊച്ചി. ചുട്ടുപൊള്ളുന്ന ചൂടിനെ അതിജീവിക്കാൻ പഴവിപണിയും സജീവമായി. വേനൽ ചൂടിൽ വഴിയാത്രക്കാർക്ക് ഏറെ ആശ്വാസമാവുകയാണ് പാതയോരങ്ങളിലെ പനനൊങ്ക് കച്ചവടം. നിരവധി ആവശ്യക്കാരാണ് പനനൊങ്കിനുള്ളത്. ചൂട് കൂടിയതോടെ പഴക്കച്ചവടം പൊടിപൊടിക്കുകയാണ്.
ഇതോടെ തണ്ണിമത്തനും പനനൊങ്കിനുമൊക്കെ ആവശ്യക്കാർ കൂടിയിട്ടുണ്ട്. പാലക്കാട്ടെ പാതയോരങ്ങളിലാകട്ടെ നൊങ്ക് കച്ചവടം തകൃതിയാണ്. ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ നിന്നും ആവശ്യത്തിന് നൊങ്ക് ലഭിക്കുന്നുണ്ട്. ഇതോടെ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയില്ലെന്നും കച്ചവടക്കാർ പറയുന്നു. വിലയും കൂടുതലല്ല. കച്ചവടം ഈ വേനലിന് ആകെ നൊങ്കല്ലേ വേണ്ടുള്ളൂ. വേനലിന് നല്ല കച്ചവടമുണ്ട്. സാധനങ്ങൾക്ക് അതിന്റെ കുറവുള്ളൂ. ഞങ്ങള് ഇവിടുന്ന് തന്നെ തേങ്ങ ഇറക്കുന്നത്. മറ്റേ വല്ലപ്പുഴ, കൈലാട്, കരിവത്തൂര്, നമ്മുടെ ഈ ചുറ്റുപാടത്തിൽ തന്നെയാണ്. ഒരു കരിമ്പന തേങ്ങയിൽ നിന്നും 3 നൊങ്ക് ലഭിക്കും. 10 നൊങ്കിന് 100 രൂപയാണ് വില. ശീതളപാനീയങ്ങളുടെ വില വെച്ചു നോക്കുമ്പോൾ ആളുകൾക്ക് താങ്ങാവുന്ന വിലയുമാണ്. ആവശ്യക്കാർ കൂടിയതോടെ 3-4 മണിക്കൂർ കൊണ്ട് കച്ചവടം പൂർത്തിയാക്കി മടങ്ങുകയാണ് കച്ചവടക്കാർ. ന്യൂസ് 18 പാലക്കാട്. തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിളവെടുപ്പുമായി യുവ കർഷകനായ വളാഞ്ചേരി കുളമംഗലം സ്വദേശി അലി അക്ബർ. റമദാൻ വിപണി ലക്ഷ്യമിട്ട് പാടശേഖരത്തിൽ വിളയിച്ച തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. ചുട്ടുപൊള്ളുന്ന വേനലിനെ തണുപ്പിക്കാൻ വിവിധതരം തണ്ണിമത്തനുകളുടെ പറുദീസയൊരുക്കിയിരിക്കുകയാണ് യുവ കർഷകനായ അലി അക്ബർ. 13 തരം തണ്ണിമത്തനുകൾക്ക് പുറമെ 3 ഇനം ഷമാമുകളും ജിഞ്ചീർ, കക്കരി, പൊട്ടുവെള്ളരി തുടങ്ങിയവയും കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ വിളയിച്ചെടുത്ത മധുരമൂറുന്ന തണ്ണിമത്തൻ ഇനമായ തായ് യെല്ലോയാണ് ഇത്തവണത്തെ അലി അക്ബറിന്റെ കൃഷിയിടത്തിലെ താരം. നമ്മളിവിടെ 13 ടൈപ്പ് തണ്ണിമത്തൻ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ടൈപ്പ് ഷമാമ് ചെയ്തിട്ടുണ്ട്, ജർജീർ ചെയ്തിട്ടുണ്ട്, കക്കരി ചെയ്തിട്ടുണ്ട്, പൊട്ടുവെള്ളരി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒരു 10-20 വെറൈറ്റിൻ്റെ അടുത്ത് നമ്മൾ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചീര, അതുപോലെ തന്നെ ജർജീർ എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ തണ്ണിമത്തലിൽ പ്രാവശ്യത്തെ പുതിയ വെറൈറ്റിയാണ് നമ്മൾ തായ് യെല്ലോ എന്നുള്ള സംഭവം വന്നിട്ടുള്ളത്. അത് പരീക്ഷാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തതാണ്. അത് കുഴപ്പമില്ല, നല്ല സക്സസ് ആയിട്ടുണ്ട്. അത് രാസവളം ഉപയോഗിക്കാതെ തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് 100 മേനി വിളവ് അക്ബർ നേടിയത്. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. IMA വളാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ആദ്യ വിൽപ്പന നടത്തി. നാടൻ തണ്ണിമത്തന് പുറമെയാണ് ഇത്തരത്തിൽ വിവിധ വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ വിളയിച്ചെടുത്തത്. കൂടാതെ നെല്ല്, വെണ്ട, ചീര തുടങ്ങിയവയും ഈ യുവ കർഷകൻ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൃഷിയിടത്തിൽ നിന്നും ആവശ്യക്കാർക്ക് നേരിട്ട് വാങ്ങാവുന്ന തരത്തിലുമാണ് തണ്ണിമത്തൻ വിപണി അലി അക്ബർ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തിരൂർ. കൃഷി ചെയ്യാൻ പ്രായമല്ല, മനസ്സാണ് പ്രധാനമെന്ന് കാട്ടിത്തരികയാണ് കാസർകോട്ടെ 3 കുട്ടികൾ. ചിത്താരിയിലെ കർഷകനായ അബ്ദുൽ ഖാദറിനൊപ്പമാണ് കൊച്ചുമക്കളും കൃഷിയിൽ സജീവമാവുന്നത്. 5ാം ക്ലാസ്സുകാരി ഫാത്തിമയും 3ാം ക്ലാസ്സുകാരൻ ഫർബത്തും 1ാം ക്ലാസ്സിലെ മുഹമ്മദും കൃഷിപ്പണിയുടെ തിരക്കിലാണ്. ചിത്താരിയിലെ കൃഷിയിടത്തിൽ രാവിലെ മുതൽ ഇവരുണ്ടാകും. ഉപ്പൂപ്പയായ അബ്ദുൽ ഖാദറിനൊപ്പം കൃഷിരീതികൾ പഠിക്കും. തണ്ണിമത്തൻ കൃഷി ചെയ്യണമെന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. ആ ആഗ്രഹം അബ്ദുൽ ഖാദറിനോട് പങ്കുവെച്ചപ്പോൾ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി. ഇതോടെ നടീൽ ഉത്സവം ആഘോഷമാക്കി. കാർഷിക രംഗത്തേക്ക് ചുവടുവെച്ച കുട്ടികൾ മാതൃകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ കൃഷി അന്യം നിന്ന് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കാതർച്ചയെ പോലെയും അതോടൊപ്പം തന്നെ ഈ കുട്ടി കർഷകരെ പോലെയും നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഈ മക്കൾ. അപ്പോൾ തീർച്ചയായും എന്ന് പറഞ്ഞാൽ കൃഷിയിലേക്ക് ആളുകൾ വരൽ കുറവാണ്. യുവതലമുറ കൃഷിയിലേക്ക് വരുന്നത് കുറവാണ്. അപ്പോൾ ഇവർ നാളത്തെ ഒരു മാതൃകയാണ് ഈ 3 പേരും. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ കർഷകനാണ് അബ്ദുൽ ഖാദർ. ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ നരമ്പൻ, വെണ്ട, കക്കിരി തുടങ്ങി നിരവധി പച്ചക്കറികളാൽ സമൃദ്ധമാണ്. ഇനി ഇവിടെ കൊച്ചുമക്കളുടെ തണ്ണിമത്തനും വിളയും. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് മുക്കത്ത് VFPCKയിൽ പുതുതായി നിർമ്മിച്ച കാർഷിക സംഭരണ വിതരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ആധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച കെട്ടിടം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫാണ് നാടിന് സമർപ്പിച്ചത്. 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാർഷിക സംഭരണ വിതരണ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പ്രീ കൂളിംഗ് യൂണിറ്റ്, സ്റ്റോറേജ്, പഴങ്ങൾ പഴുപ്പിക്കാനുള്ള റൈപ്പൺ യൂണിറ്റ്, കർഷകർക്കായുള്ള വിശ്രമ കേന്ദ്രം എന്നിങ്ങനെ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളാണ് കെട്ടിടത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത്. പുതിയ കെട്ടിടവും മറ്റ് സൗകര്യങ്ങളും വരുന്നതോടെ കർഷകർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് മുക്കം VFPCK അസിസ്റ്റന്റ് മാനേജർ ജയരാജ് ജോസ് പറഞ്ഞു. നമ്മുടെ നാടിന് ആവശ്യമായ പച്ചക്കറികൾ അത്രയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ കർഷകരെ പരുവപ്പെടുത്തിയെടുക്കാൻ VFPCക്ക് കഴിഞ്ഞു എന്നുള്ളത് മുക്കത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുക. ചടങ്ങിൽ മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, വൈസ് ചെയർപേഴ്സൺ ചാന്ദിനി, കൗൺസിലർ പ്രജിത പ്രദീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് 18 മുക്കം.
ചികിത്സാ ധനസഹായ സമാഹരണത്തിന് സംയുക്ത ബിരിയാണി ചലഞ്ച് നടത്തി കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF എന്നീ സംഘടനകൾ. ഇരുവൃക്കകളും തകരാറിലായ പുത്തൻകണ്ടത്തിൽ ഹുസൈന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാണ് സംഘടനകളെല്ലാം ഒരുമിച്ചത്. ഇരുവൃക്കകളും തകരാറിലായ പുത്തൻകണ്ടത്തിൽ ഹുസൈന്റെ ചികിത്സാ സഹായത്തിനായാണ് കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തിയത്. കായംകുളം നഗരസഭാ മാർക്കറ്റ് 9-ാം വാർഡിൽ പുത്തൻകണ്ടത്തിൽ ഹുസൈൻ ഇരുവൃക്കകളും തകരാറിലായി കോഴിക്കോട് ഇഖ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വൃക്ക മാറ്റിവെക്കലിന് 25 ലക്ഷത്തോളം രൂപ ചെലവാകും. പെട്ടിവണ്ടിയിൽ ചെറുകിട വ്യാപാരം നടത്തുന്ന ഹുസൈന് ഇത്രയും തുകയെന്നത് ചിന്തിക്കാൻ പോലുമാകില്ല. ഈ സാഹചര്യത്തിലാണ് കഴിയുന്ന സഹായം കണ്ടെത്താൻ സുമനസുകൾ രംഗത്തിറങ്ങിയത്. 3 സംഘടനകളുടെയും കീരിക്കാട് യൂണിറ്റിലെ പ്രവർത്തകരാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. കായംകുളത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് ഹുസൈൻ ചികിത്സാ സഹായ നിധി എന്ന പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് സാമ്പത്തിക സ്വരൂപണം നടത്തുന്നുണ്ടെങ്കിലും കുറഞ്ഞ പൈസ മാത്രമേ അക്കൗണ്ടിലെത്തിയിട്ടുള്ളൂ. അതിലേക്കാണ് ബിരിയാണി ചലഞ്ചിലൂടെ കൂടുതൽ തുക എത്തിക്കാനുള്ള ശ്രമം നടന്നത്. ഇനിയും ലക്ഷങ്ങൾ ഹുസൈന്റെ ചികിത്സയിലേക്ക് ആവശ്യമുണ്ട്. കായംകുളത്തെയും പരിസരത്തെയും സുമനസുകൾ ഹുസൈന്റെ ചികിത്സയിലേക്ക് സഹായങ്ങൾ നൽകണമെന്ന് യൂണിറ്റ് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. ടൂറിസം കേന്ദ്രമായ ഇടുക്കി മലങ്കരയിൽ വികസനം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മലമ്പുഴ മോഡൽ പദ്ധതി മലങ്കരയിൽ നടപ്പാക്കണമെന്നാണ് ആവശ്യം. പൂന്തോട്ടവും ബോട്ട് ജെട്ടിയും ആനസവാരിയും കുതിരസവാരിയും ഉൾപ്പെടുന്ന ടൂറിസം സാധ്യതകൾ നടപ്പാക്കിയാൽ ഇവിടെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറും. നിറഞ്ഞുകിടക്കുന്ന മലങ്കര ജലാശയം, കുടയത്തൂർ, ആലക്കോട്, ഇടവെട്ടി, മുട്ടം പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ജലസമൃദ്ധി, വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം. ഇതാണ് മലങ്കര. മലങ്കര ഡാമിനോട് ചേർന്ന് വിനോദസഞ്ചാരികൾക്കായി മുട്ടം പഞ്ചായത്തിൽ നിർമ്മിച്ച പാർക്കാണ് ഇവിടെ ആകെയുള്ള വിനോദസഞ്ചാര വികസനം. മലങ്കരയെ മികവുറ്റ വിനോദസഞ്ചാര കേന്ദ്രമാക്കിയാൽ 4 പഞ്ചായത്തുകളുടെ സമഗ്ര വികസനവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും സുഗമമായി നടക്കും. എന്നാൽ ഇതിനുള്ള അവസരങ്ങൾ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് വിമർശനം. ജലാശയത്തിന്റെ സ്വാഭാവികത നിലനിർത്തിയും മലിനീകരണ സാധ്യത ഒഴിവാക്കിയും ഇവിടെ നടപ്പാക്കാൻ കഴിയുന്ന ചെറുതും വലുതുമായ പദ്ധതികൾ ഒട്ടേറെയാണ്. ഇതിൽ ജലാശയത്തിന് സമീപം ശലഭോദ്യാനം, പക്ഷിസങ്കേതം, സൗരോർജ്ജ ബോട്ടുകൾ, എറണാകുളം ബോൾഗാട്ടിൽ നിന്നും കുമരകത്തു നിന്നും സീപ്ലെയിൻ സർവീസ് തുടങ്ങി ഒട്ടേറെ ടൂറിസം സാധ്യതകളുണ്ട്. എന്നാൽ ഇവയൊക്കെ നടപ്പാക്കാൻ ജലസേചന വകുപ്പോ വിനോദസഞ്ചാര വകുപ്പോ തയ്യാറാകുന്നില്ല. നമുക്കറിയാം, മന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും എല്ലാം സന്ദർശിച്ച് ഈ മലങ്കര ടൂറിസത്തെ വലിയ രീതിയിൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരവധ പദ്ധതികൾ ആസൂത്രണം ചെയ്തെങ്കിലും നാളിതുവരെയായിട്ട് ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടൂറിസം കൗൺസിൽ, ജനറൽ കൗൺസിൽ 2 മാസങ്ങൾക്ക് മുമ്പ് ചേർന്നിരുന്നു. അന്ന് മുട്ടാറ് പദ്ധതികൾ MLAയും കളക്ടറും ഒക്കെ ചേർന്ന് നമ്മൾ വിഭാവനം ചെയ്തെങ്കിലും ഒരു പദ്ധതിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലോ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നോ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഇതുകൂടാതെ കോളപ്രയിൽ നിന്ന് തുടങ്ങി മുട്ടം വരെ പുഴയോര പാത പണിത് സഞ്ചാരികൾക്ക് കാഴ്ചകൾ കണ്ടു നടക്കാനുള്ള സൗകര്യം ഒരുക്കാനും കഴിയും. ഇടുക്കി, തൊടുപുഴ മണ്ഡലങ്ങളുടെ വികസനത്തിനും മലങ്കര ജലാശയം കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാര പദ്ധതികൾ നടപ്പാക്കിയാൽ സഹായകരമാകും. ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിൽ ഇത് വയലറ്റ് വസന്തത്തിന്റെ കാലമാണ്. തേയില ചെരുവുകൾക്ക് കൂടുതൽ മനോഹാരിത പകർന്ന് ജഗരാന്തകൾ പൂവിട്ടു. പാതയോരങ്ങൾക്ക് കൂടുതൽ അഴക് വിരിച്ചു നിൽക്കുന്ന വർണ്ണ കാഴ്ചകളാണ് ഇനി ഇടുക്കിയിൽ. മൂന്നാറിന് ഓരോ കാലത്തും ഓരോ നിറമുണ്ട്. കണിക്കൊന്നകളും പൂവാകകളുമൊക്കെ ഒരുക്കുന്ന നിറക്കാഴ്ചകൾ. നിലവിൽ കുലകുലയായി പൂവിട്ട് നിൽക്കുന്ന ജഗരാന്തയുടെ കാഴ്ചകളാണെങ്ങും. ആനച്ചാൽ മുതൽ മറയൂർ വരെയുള്ള പാതയോരങ്ങളിൽ തണൽ വിരിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങൾ സഞ്ചാരികൾക്ക് മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. തളിരിട്ട് നിൽക്കുന്ന തേയില ചെടികൾക്കും നീലാകാശത്തിനുമിടയിൽ വയലറ്റ് വർണ്ണം ചാലിച്ചെഴുതുകയാണ് ജഗരാന്തകൾ. കടൽ കടന്നെത്തിയ ഈ ആരാമവൃക്ഷങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ ഉയരത്തിൽ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് സമൃദ്ധമായി വളരുന്നത്. വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഇലകൾ കൊഴിച്ച് നിറയെ പൂവിടും. ഫെബ്രുവരി മുതൽ ഏപ്രിൽ മാസം അവസാനം വരെ ഈ വസന്തം നീണ്ടു നിൽക്കും. 50 അടി വരെ ഉയരത്തിൽ വളരുന്ന വൃക്ഷങ്ങളിൽ കുലകളായിട്ടാണ് പൂക്കൾ വിരിയുന്നത്. മൂന്നാറിൽ തേയിലകൃഷി തുടങ്ങിയ കാലത്താണ് ജഗരാന്തയും എത്തിയത്. ഇലകൾ പൊഴിച്ച് നിറയെ പൂക്കളുമായി നിൽക്കുന്ന ജഗരാന്ത മരങ്ങൾ മൂന്നാറിന്റെ മനോഹര കാഴ്ചകളിൽ ഒന്നാണ്.
ന്യൂസ് 18 ഇടുക്കി. ഈ മനോഹരമായ കാഴ്ചകളിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് നല്ല വാക്കിലേക്ക്.